നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട തിലകനെ വേട്ടയാടിയ കേസിലും മുൻനിരയിൽ ജനപ്രിയനായിരുന്ന ദിലീപ് ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. തീർന്നില്ല, മോഹൻലാലും മമ്മൂട്ടിയും എന്ന് വേണ്ട മുൻനിര നായകന്മാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച തെറ്റിന്റെ ഭാഗത്തുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. മഹാനടൻ തിലകൻ പറഞ്ഞതൊക്കെയും സത്യമാണെന്ന് ആ സാക്ഷിമൊഴി പറയുമ്പോൾ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പവർ ഗ്രൂപ്പിൽ ആ മാഫിയ സംഘത്തിന്റെ മുഖം മൂടി അഴിച്ചു വീണ നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. മലയാള സിനിമയ്ക്കേറ്റ ഏറ്റവും വലിയ അഭിമാനക്ഷതം, അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കേരളം കണ്ട ഏറ്റവും വലിയ മാന്യന്മാരുടെ ഗുണ്ട മാഫിയ സംഘം എന്നുകൂടി ഇതിനെ വേണമെങ്കിൽ പറയാം. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വാർത്തകൾ ചാകര പോലെ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്, ഊഹാപോഹങ്ങൾ, വെളിപ്പെടുത്തലുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോഴത്തെ നടിയെ ആക്രമിച്ച കേസിന് പുറമെ തിലകനെ വേട്ടയാടിയ വിഷയത്തിലും നടൻ ദിലീപിന്റെ പങ്കും ക്രൂരതകളും പുറത്തു വരികയാണ്. ആദ്യം തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇരുവർക്കും പുറമെ അമ്മ ഭാരവാഹികളായ ഇടവേള ബാബു, ബാബുരാജ്, എം മുകേഷ് എന്നിവരും കുഞ്ചാക്ക ബോബനും കമ്മിറ്റിക്ക് മുമ്പിൽ എത്തിയെന്നാണ് വിവരം. ഇവരിൽ നിന്നും വിശദമൊഴി എടുക്കുകയും ചെയ്തു. അമ്മയെ നിയന്ത്രിക്കുന്നവർ എന്ന നിലയിലായിരുന്നു മൊഴിയെടുക്കൽ. കുഞ്ചാക്കോ ബോബൻ എത്തിയത് WCCക്ക് വേണ്ടിയാണെന്നാണ് സൂചന. കൂടാതെ കമ്മിറ്റി പരിഗണിച്ച വിഷയങ്ങളിൽ ഇവർ ചില വിവരങ്ങൾ കൈമാറിയെന്നാണ് സൂചന. പവർ ഗ്രൂപ്പിനെ കുറിച്ചും ചില സംഭവങ്ങളെ കുറിച്ചും ഇവർ വെളിപ്പെടുത്തിയതായി വിവരമുണ്ട്. എന്നാൽ അതേസമയം തന്നെ നിലവിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കരുതലോടെ മാത്രമേ സംഘടന പ്രതികരിക്കൂ. അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമത്തിലാണ്. മോഹൻലാൽ സജീവമായ ശേഷം പ്രതികരിക്കാമെന്ന സന്ദേശമാണ് അമ്മ നൽകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ചയാകുന്നതിന്റെ ആശങ്ക താരസംഘടനയിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഫെഫ്കയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ തിലകന് സീരിയലിൽ പോലും അഭിനയിക്കാനുള്ള അവസരം സിനിമയിലെ പവർ ഗ്രൂപ്പ് നിഷേധിച്ചത് എന്ന വാർത്തയും പുറത്തു വന്നു. പവർ ഗ്രൂപ്പിൽ മന്ത്രിയടക്കമുണ്ടെന്നാണ് ആരോപണം. ഇതും വിവാദത്തിന് പുതിയ തലം നൽകുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടനായ തിലകനുണ്ടായ ദുരനുഭവമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അവഗണനയ്ക്കും പീഡനത്തിനുമൊപ്പം ഹേമ കമ്മിറ്റി ചർച്ചയാക്കിയതെന്നാണ് റിപ്പോർട്ട്. കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ ഒന്നിലേറെ പേർ തിലകൻ സംഭവം കമ്മീഷന് മുന്നിൽ നിർത്തിയിട്ടുണ്ട്. മറ്റൊരുവൾ എന്ന സീരിയലിൽ അഭിനയിക്കുന്നതിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് തിലകനെ ആത്മ എന്ന സംഘടന വിലക്കിയത്. ആത്മ എന്ന സംഘടനയുടെ അധ്യക്ഷനാണ് ഇതിന് പിന്നിലെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ സമയത്ത് മന്ത്രി KB ഗണേഷ് കുമാർ ആയിരുന്നു സീരിയൽ സംഘത്തെ അധ്യക്ഷൻ. അതിനിടെ താൻ ആരെയും വിലക്കിയിട്ടില്ലെന്നാണ് ഗണേഷിന്റെ പ്രതികരണം. ഈ വിഷയങ്ങൾ ആളിക്കത്തുമ്പോഴാണ് പവർ ഗ്രൂപ്പ് ആരോപണങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തിലകന്റെ സുഹൃത്തും നാടക പ്രവർത്തകനുമായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ രംഗത്ത് വരുന്നത്. സിനിമയിൽ നിന്ന് വിലക്ക് വന്നതോടെ തിലകന് വേണ്ടി നാടക സമിതി ഉണ്ടാക്കിയ വ്യക്തിയാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ. തിലകനെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപാണെന്നും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളും തിലകന് എതിരായിരുന്നുവെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. തിലകനെതിരെ സിനിമയിലെ മാഫിയ സംഘം നിലനിന്നിരുന്നു. വലിയ മാനസിക പീഡനമാണ് ആ മഹാനടൻ അനുഭവിച്ചത്. അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞത് ഓരോന്നും ശരിയാണെന്ന് ഹേമ കമ്മിറ്റി അടിവരയിടുന്നു. അന്തസ്സുള്ളവരാണെങ്കിൽ AMMയും ഫെഫ്കയും പിരിച്ചുവിടണം. കേരള സമൂഹത്തോട് മാപ്പ് പറയണം. തിലകൻ എപ്പോഴും പറയുന്ന ഒരു പേര് ഇടവേള ബാബുവിന്റേതാണ്. അവന് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടവേളയ്ക്ക് കയറുന്ന ബാബു എന്ന് പരിഹസിക്കുമായിരുന്നു. കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകനെ വേട്ടയാടി. പേര് പറയില്ല. കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയാറുള്ളത്. കൂളിംഗ് ഗ്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. മഹാനടന്റെ മകന്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചു. ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. മലയാള സിനിമയിൽ താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾ അഴിയെണ്ണുമെന്ന് തിലകൻ അന്നേ പറഞ്ഞു. അയാൾ അഴിയെണ്ണി. അത് ആ വലിയ മനുഷ്യന് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രം അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞു. മോഹൻലാലിനെ തിലകൻ ഏറെ ഇഷ്ടമായിരുന്നു. മോഹൻലാലിന് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. ലാലിനോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ലാലും അവരുടെ കൂടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ദോഷം വന്നു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു. 15 പേർ ചെറിയ ആളുകളല്ല. തിലകനെ വിലക്കിയിട്ടില്ലെന്ന് ഇപ്പോൾ പറയുന്നത് അസത്യമാണ്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ തിലകനെ കാണാൻ വരികയുണ്ടായി. തിലകനെ വെച്ച് ഒരു സീരിയൽ ചെയ്യുന്നത് ഒരു വലിയ സ്വപ്നമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അനിയൻ എല്ലാം ആലോചിച്ചാണ് വന്നത്. അതിന്റെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമല്ലോ. ആ വ്യക്തിയുള്ള കാലത്തോളം നടക്കില്ല എന്നാണ് തിലകൻ പറഞ്ഞത്. ഇല്ല സാർ, ഞാൻ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞാണ് അയാൾ പോയത്. തിലകൻ 1 ലക്ഷം രൂപ അഡ്വാൻസ് ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു.
ആ വ്യക്തി ഇറങ്ങിപ്പോകുമ്പോഴേ തിലകൻ പറഞ്ഞു ഇനി അയാൾ വരില്ലെന്ന്. പറഞ്ഞതുപോലെ തന്നെയായി. പിന്നീട് അയാൾ വന്നതേയില്ല. സിനിമയിൽ ഒരു സംഘമുണ്ട്, മാഫിയ എന്ന് തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. മാഫിയ എന്ന് പറഞ്ഞത് പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. താനത് പിൻവലിക്കില്ലെന്ന് തിലകൻ ഉറച്ചു പറഞ്ഞു. നാടകത്തിലേക്ക് തിരികെ വന്നപ്പോൾ തന്റെ തട്ടകത്തിൽ നിന്ന് വിലക്കാൻ ആരും വരില്ലെന്നാണ് തിലകൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ലാഭം കിട്ടിയ നാടകമാണത്. 104ഓളം സ്റ്റേജ് ചെയ്തപ്പോൾ 15 ലക്ഷം രൂപയുടെ ചെക്കാണ് ഞാൻ എഴുതി കൊടുത്തത്. പ്രേക്ഷകരായിരുന്നു തിലകന്റെ ശക്തി. അദ്ദേഹത്തെ കാണുമ്പോഴേ അവർ ആവേശത്തിലാകും. നാടകത്തിൽ വീണ്ടും സജീവമായപ്പോൾ സിനിമയിലേക്ക് ഇനിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തട്ടകത്തിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് വിളിക്കുന്നത്. 95ാമത്തെ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത്. നാടകത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാശ് മുടക്കിയില്ലേ, ഇപ്പോൾ താൻ സിനിമയിലേക്ക് പോയാൽ ശരിയാകുമോ എന്ന ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ പോകണം, നാടകത്തിന് വേണ്ടിയല്ല. ഇപ്പോൾ നമ്മൾ നാടകം ചെയ്യുന്നത് സിനിമയിലെ വരേണ്യ വർഗത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. അതിൽ ജയിച്ചിരിക്കുന്നു എന്ന്. ഭയങ്കര അവഗണനയാണ് ആ മനുഷ്യൻ അനുഭവിച്ചത്. അദ്ദേഹത്തിന്റെ മക്കളായി അഭിനയിച്ചവരാണ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത്. പക്ഷെ തിലകൻ ആർക്കു മുന്നിലും വഴങ്ങിയില്ല. അദ്ദേഹം ഏറ്റവും പ്രാധാന്യം നൽകിയത് പ്രേക്ഷകർക്കാണ്. ഞാനൊരു നടനാണ്, ആരുടെയും മുന്നിൽ കൈകൂപ്പി നിൽക്കില്ല. അതാണ് ഇവർക്ക് എന്നോടുള്ള ദേഷ്യം എന്ന് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപാണെന്ന് അദ്ദേഹം അവസാന കാലത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തുപറ്റി? മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നഷ്ടമായി. അദ്ദേഹത്തിന് ആരോടും ഒരു പിണക്കവും ഉണ്ടായിരുന്നില്ല. അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു. സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിച്ച, അഭിനയത്തോട് ഭ്രാന്തമായ സ്നേഹം കൊണ്ടു നടന്ന ആ മഹാനടന്റെ വേദനയ്ക്കുള്ള കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് നാം കാണുന്നത്. സത്യം എന്നായാലും പുറത്തു വരും. എത്ര കാലം കഴിഞ്ഞാലും അതിന്ന് നമ്മൾ കാണുന്നു, സാക്ഷിയാകുന്നു. ഏതായാലും ഇതിനു പുറമെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCCയിലെ സ്ഥാപക അംഗം സമ്മർദ്ദം ചെലുത്തിയെന്ന മുൻ മന്ത്രി AK ബാലന്റെ പ്രസ്താവനയും ഈ പ്രമുഖ നടിക്കെതിരായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അത് മഞ്ജു വാര്യർ എന്ന് സമൂഹ മാധ്യമങ്ങളും ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടുമില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതോടെയാണ് സിനിമയിലെ പ്രശ്നങ്ങൾ പുകയുന്നത്. പൾസർ സുനിയാണ് പീഡനം നടത്തിയതെന്ന് വ്യക്തമായ സമയത്തായിരുന്നു ഗൂഢാലോചന തിയറി സിനിമയ്ക്കുള്ളിൽ നിന്നും ഉയർന്നത്. ഇതോടെ WCCയും രൂപപ്പെട്ടു. ഇതിന് നേതൃത്വം നൽകിയ പ്രമുഖയെയാണ് ഹേമ കമ്മിറ്റിയിലെ പരാമർശം പ്രതിക്കൂട്ടിലാക്കുന്നത്. അധികം വൈകാതെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മറ്റു വാർത്തകൾ വരുമ്പോൾ വീണ്ടും ഈ ഫയൽ പൊടിപിടിച്ചു പോകുമോ എന്നും കണ്ടറിയണം.